എനിക്ക് വീട്ടിൽ അരി തീർന്നിരുന്നു. അപ്പം ഞാനിതുവരേക്കും അരിയില്ലാത്തൊരു വീട് അല്ലെ പട്ടിണിയായിരിക്കുന്ന ഒരു വീട് നമ്മൾ കണ്ടിട്ടുമില്ല. നമ്മുടെ ആദ്യത്തെ അനുഭവമാണ്. അന്നേരം ഞാൻ വൈഫിനോട് പറഞ്ഞു, അപ്പം നാളെ അരിയില്ല. എനിക്ക് ആകെപ്പാടെ വലിയ വിഷമവും പ്രയാസവും ടെൻഷനൊക്കെ ആയിട്ട് മേടിക്കാൻ പൈസയില്ല. വേറെ ഒന്നും നമുക്ക് ചിന്തിച്ചില്ല, ആരോടെങ്കിലും മേടിക്കണമെന്നുള്ള ഒന്നും ചിന്തിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും വൈഫിന് വളരെ ഇതുണ്ട്. വൈഫ് ശകലം ദരിദ്രമൊക്കെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഒരു ദിവസം പട്ടിണിയായി എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ കഴിച്ചില്ലെങ്കിലും ഒന്നും പേടിക്കൊന്നും വേണ്ട, എനിക്കിങ്ങനെ ശക്തമായിട്ട് ധൈര്യം തരുന്നുണ്ട്. അപ്പം പിള്ളേരും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആകെപ്പാടെ വളരെ ടെൻഷനിലൊക്കെ ആയിട്ടിരുന്നപ്പോഴത്തേനുമാണ് കറക്റ്റ് 7 മണിക്ക് കുരിശ് വരയ്ക്കണമെന്നുണ്ട്. മോൻ കറക്റ്റ് 7 മണിക്ക് തിരികെത്തിക്കും. എന്നാ പ്രശ്നമാണെന്നാലും 7 മണിക്ക് കുരിശ് വര നിർബന്ധമായിരുന്നു. കുരിശ് വരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നത്. ഡൊമിനിക്കിൻ്റെ വീടാണെന്ന് ചോദിച്ച്. അപ്പോൾ അതേന്ന് പറഞ്ഞപ്പോഴത്തേനും 20 കിലോയുടെ 3 പാക്കറ്റ് അരി ഞങ്ങളുടെ തിണ്ണയിൽ ഇറക്കി വെച്ചിട്ട് ആരാന്ന് ചോദിച്ചാൽ പുള്ളിക്ക് അറിയാൻ മേലെന്ന് പറഞ്ഞു. പുള്ളി വെച്ചിട്ടങ്ങ് പോയി. ശരിക്കും അതൊരു ഞെട്ടിക്കുന്ന ഒരു അത്ഭുതം. നമ്മളിങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ധ്യാനത്തിലൊക്കെ പോയി ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ദൈവം സ്വർഗത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മന്ന ഒഴിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊരു കേട്ടിട്ടുള്ളതെങ്കിലും ശരിക്കും അത് വിശ്വസിക്കാൻ പറ്റില്ലാത്തൊരു അതുപോലൊരു അന്ന് ഓരോ ശരീരത്തിൽ നമുക്കതൊരു വലിയൊരു ഫീലിംഗ്, ഒരു അനുഭവം നമുക്കത് ഫീൽ ചെയ്യാം.